നോക്കൂ, ആരാണ് ഇതിൽ ഉത്തരവാദിത്തം പറയേണ്ടത് എന്നൊരു ചോദ്യം വരും. ഇപ്പോൾ അല്പസമയത്തിനകം അവിടുത്തെ പ്രിൻസിപ്പാളും സൂപ്രണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവരെ മാത്രം പഴിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട്. നമുക്കൊരു HODക്ക്, യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ നിസ്സഹായാവസ്ഥ അദ്ദേഹം ഫേസ്ബുക്കിൽ തുറന്നു പറയുകയും വലിയ കോളുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് നമ്മൾ 2-3 ദിവസം മുമ്പ് കണ്ടതാണ്. അതാണ് ഒരു HODയുടെ പവർ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് ആഗ്രഹം ഉണ്ടാകും, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പ്രൊഫസർമാരടക്കമുള്ള ഡോക്ടർമാരും തൊട്ട് PG വിദ്യാർത്ഥികളും അതുപോലെ തന്നെ MBBS വിദ്യാർത്ഥികളും അടക്കമുള്ള ആളുകൾ തന്നെ ഒരുപക്ഷെ കോൺക്രീറ്റ് ഇടിഞ്ഞു വീണോ അതല്ലെങ്കിൽ കെട്ടിടം മറിഞ്ഞോ ഒക്കെ എന്തെങ്കിലും പരിക്ക് പറ്റാവുന്നതോ ജീവാപായം സംഭവിക്കാവുന്നതോ ആയ അവസ്ഥയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏത് സിസ്റ്റത്തെയാണ് ഇനി പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത്? അതായത് ഇപ്പോൾ 68 വർഷം മുന്നേയുള്ള ഒരു കെട്ടിടം, അപ്പോൾ ആ കെട്ടിടം പൊളിച്ചു മാറ്റാൻ വേണ്ടി അവിടെ ബന്ധപ്പെട്ട ആ ജില്ലയിലെ മന്ത്രി വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലുള്ള ടീം ആ കാര്യങ്ങൾ നേരത്തെ പരിശോധിക്കുകയും അത് അടിയന്തരമായും പൊളിച്ചു മാറ്റേണ്ടതാണ് എന്ന് കണ്ടെത്തി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്താണ്. അപ്പം അങ്ങനെ പൊളിച്ചു മാറ്റാൻ ആവശ്യമായ മന്ത്രിമാർ ഉത്തരവിട്ടാൽ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥർക്ക് അന്ന് തന്നെ പൊളിച്ചു മാറ്റാൻ വേണ്ടി കഴിയുന്ന കാര്യമില്ല. അതിൻ്റെ മറ്റ് പലതരത്തിലുള്ള പ്രൊസീജിയറും വേണ്ടി വരും. പക്ഷെ ഇത്രയും വർഷം ആ കാര്യങ്ങൾ നീണ്ടുപോയി എന്നത്, ഇത്രയും കാലം അത് നീണ്ടുപോയി എന്നത് ഗൗരവമായ പ്രശ്നമാണ്. അപ്പം അത് എങ്ങനെയാണ്, എവിടെയാണ് അതിൽ വീഴ്ച വന്നിട്ടുള്ളത്, അതെല്ലാം ഈ നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ മാത്രമായിരിക്കില്ല, ഈ പഴയ കെട്ടിടങ്ങളെല്ലാം മറ്റു പല സ്ഥലത്തും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതെല്ലാം പൊളിച്ചു മാറ്റാൻ ആവശ്യമായ പേപ്പർ വർക്കെല്ലാം ഇങ്ങനെ ചുവപ്പ് നാടയിൽ കൊടുക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവമായി എടുക്കേണ്ടത് തന്നെയാണ്. ഈ പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ അത്തരം കാര്യങ്ങൾ കുറെ കൂടി ഗൗരവത്തിൽ ഗവൺമെൻറ് കാണും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയാണല്ലോ. ഇപ്പോൾ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു 64 തുടങ്ങിയിട്ട് മെഡിക്കൽ കോളേജാണ്. ഈ 2025 എത്തി നിൽക്കുമ്പോൾ ആ മെഡിക്കൽ കോളേജ് കേരളത്തിലെ 3ാമത്തെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്ന മെഡിക്കൽ കോളേജാണ്. ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്ന മെഡിക്കൽ കോളേജാണ്. 10ൽ കൂടുതൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് 750 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ സർജിക്കൽ ബ്ലോക്ക് 115 കോടിയുടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 20 കോടിയുടെ സ്കാനർ വാങ്ങിയിട്ടുണ്ട്. MRIക്ക് വേണ്ടി 1.75 കോടി ചിലവാക്കിയിട്ടുണ്ട്. 268 കോടി ചിലവിട്ടുകൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീ ഓപ്പറേറ്റീവ് വാർഡ് ഉണ്ടായിട്ടുണ്ട്. 60 ICU ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. 300 ബെഡുള്ള വാർഡ് പ്രത്യേകം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിരവധിയായ പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെൻറ് വളരെ സജീവമായി നടത്തുന്നതിനിടയിലാണ് ദാരുണമായൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു സംഭവത്തെ മുൻനിർത്തിയിട്ട് ഈ സിസ്റ്റം ആകെ പരാജയമാണ്, ഗവൺമെൻറ് ആകെ പരാജയമാണ്, മന്ത്രിമാർ അവിടെ വന്നത് ആകെ കുഴപ്പമാണ്, മൊത്തത്തിൽ ഈ ഗവൺമെൻറ് മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്ന രൂപത്തിലുള്ള ചർച്ച നിങ്ങൾ നടത്തിയെന്ന് പറയുന്നില്ല, എന്ന രൂപത്തിലുള്ള ചർച്ച ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രതിപക്ഷവും എല്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം ഇങ്ങനെയെല്ലാമുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് UDFൻ്റെ ഭാഗമായിട്ടുള്ള ചില നേതാക്കന്മാരുടെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. നേരത്തെ നിലമ്പൂർ ഇലക്ഷൻ്റെ ഘട്ടത്തിലാണല്ലോ ഒരു കുഞ്ഞ് മരിച്ചുപോയ സംഭവം ഉണ്ടായത്. അപ്പോൾ അന്ന് രാത്രി തന്നെ UDFൻ്റെ നേതാക്കന്മാർ എന്തൊക്കെ കോലാഹലങ്ങൾ അവിടെ സൃഷ്ടിച്ചു നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞാണ്. UDFൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് വന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് പിൻവലിക്കേണ്ടി വന്ന അനുഭവം നമുക്ക് കണ്ടത്. ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ ഇങ്ങനെ കണ്ണു നട്ടു ഗോരഖ്പൂരിലെ സർക്കാർ ആശുപത്രിയിൽ ഉത്തർപ്രദേശിൽ നിന്ന് എത്ര ദൂരെയാണ് കേരളം? ഈ കേരളത്തിൽ പ്രതിഷേധം ഉണ്ടായില്ലേ? പ്രതിഷേധം ഉണ്ടാകണം, സ്വാഭാവികമാണ്. പ്രതിപക്ഷമോ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ പ്രതിഷേധം ഉണ്ടാവും. ജനങ്ങൾക്കും പ്രതിഷേധമുണ്ട്, അത് സ്വാഭാവികമല്ലേ? നിങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ട് നിലപാട് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുമുണ്ട്. പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളുടെ രാഷ്ട്രീയം തുറന്നു കാണിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഞങ്ങളും നടത്തും. അത് നമുക്ക് നടത്താനുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദാരുണമാണ്
ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ആവർത്തിക്കാതിരിക്കാൻ നിലപാട് വിശദീകരിക്കാനുള്ള അവകാശമുണ്ട്. നിലപാട് നിങ്ങൾക്ക് പറയാം. സ്വീകരിക്കാൻ വേണ്ടി കഴിയും. അതാണ് അവിടെ ഒരു പ്രശ്നമുള്ളത് ശ്രീ സനോജ്, LDF എന്നോ UDF എന്നോ BJP എന്നോ വേർതിരിച്ചല്ലോ സാധാരണ ജനം ഇതിനെ കാണുന്നത്. ഇന്ന് മരണപ്പെട്ടു പോയ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ ഭാര്യയ്ക്ക്, ഒരു തുണിക്കടയിലെ ജോലിക്കാരിയായ സ്ത്രീക്ക്, വളരെ നിർധനമായ പരിസരമുള്ള 2 മക്കളുള്ള ആ മക്കളുടെ പഠനത്തിന് ശേഷം മികച്ച ഒരു ജീവിതം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ ആ നിലയിൽ ജീവിച്ചു വരുന്ന വ്യക്തിക്ക് LDF ആണോ UDF ആണോ BJP ആണോ ആരുടെ രാഷ്ട്രീയമാണോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ഒരു ജീവൻ നമുക്ക് നഷ്ടമായിരിക്കുന്നു. എന്നുള്ളതാണ് നമ്മുടെ പറഞ്ഞു. 68 വർഷം മുന്നേ ഉള്ള ഒരു കെട്ടിടം അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി പാടില്ല എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടും ആ കാര്യങ്ങൾ, ആ കെട്ടിടത്തിലേക്ക് എങ്ങനെ ആളുകൾ പ്രവേശിക്കുന്നു, എവിടെയാണ് അതിന് പോരായ്മ വന്നത്? സ്വാഭാവികമായിട്ടും ആ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കപ്പെടും. ഒരു കെട്ടിടം അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഞ്ചിനീയർ വിധി എഴുതിയിട്ടുള്ള ഒരു കെട്ടിടത്തിലേക്ക് എങ്ങനെയാണ് ആളുകൾക്ക് പോകാൻ വേണ്ടി കഴിയുന്നത്? അത് സ്വാഭാവികമായിട്ടും ഇനി പരിശോധിക്കേണ്ട കാര്യമാണ്. മന്ത്രിക്ക് അവിടെ പോയി നിന്നിട്ട് അങ്ങോട്ട് കടക്കരുതെന്ന് പറയാൻ വേണ്ടി കഴിയില്ലല്ലോ. ഇതൊക്കെ സംഭവിക്കുമ്പോഴാണല്ലോ ഗവൺമെന്റ് ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുക. അപ്പോൾ അതൊക്കെ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട ആളുകളും അവിടെ ഉണ്ട്. അപ്പോൾ എവിടെയാണ് പോരായ്മ വന്നത് എന്ന് സംബന്ധിച്ച് ഇനി പരിശോധിക്കാനല്ലേ കഴിയൂ. അത് പരിശോധിക്കട്ടെ.